കാസർഗോഡ് റിയാസ് മൗലവി വധക്കേസിലെ ശിക്ഷാവിധിക്കെതിരെ സർക്കാർ ഹൈക്കോടതിയിൽ അപ്പീൽ നൽകും. ഉടൻ അപ്പീൽ നൽകാൻ മുഖ്യമന്ത്രി ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷന് നേരിട്ട് നിർദ്ദേശം നൽകി. ശിക്ഷാവിധിക്ക് പിന്നാലെ മതവിദ്വേഷം പ്രചരിപ്പിച്ചതിന് കാസർഗോഡ് പോലീസ് കേസ് രജിസ്റ്റർ ചെയ്തു. കേസ് അന്വേഷണത്തിൽ വീഴ്ചയില്ലെന്ന് പബ്ലിക് പ്രോസിക്യൂട്ടർ ആവർത്തിച്ചു. റിയാസ് മൗലവി വധക്കേസിൽ പ്രതികളായ 3 RSS പ്രവർത്തകരെ വെറുതെ വിട്ട വിധിക്കെതിരെയാണ് സർക്കാരിന്റെ അപ്പീൽ. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഡയറക്ടർ ജനറൽ ഓഫ് പ്രോസിക്യൂഷൻസ് TA ഷാജിയെ ഫോണിൽ വിളിച്ച് നിർദ്ദേശം നൽകി. നടപടിക്രമങ്ങൾ പൂർത്തിയാക്കി ഉടൻ അപ്പീൽ നൽകുമെന്ന് DGPയുടെ ഓഫീസ് അറിയിച്ചു. കാസർഗോഡ് SP കത്തും സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടറുടെ അഭിപ്രായവും ലഭിച്ച ശേഷം അപ്പീൽ നൽകും. ശിക്ഷാവിധിയിൽ പിഴവുണ്ട്, ശാസ്ത്രീയ തെളിവുകൾ പരിഗണിക്കുന്നതിൽ കോടതിക്ക് വീഴ്ച പറ്റിയെന്നുമാണ് പ്രോസിക്യൂഷന്റെ വിലയിരുത്തൽ. കേസിന്റെ അന്വേഷണത്തിൽ വീഴ്ച പറ്റിയിട്ടില്ലെന്ന് സ്പെഷ്യൽ പബ്ലിക് പ്രോസിക്യൂട്ടർ ആവർത്തിച്ചു. അന്വേഷണത്തിലോ കേസ് നടത്തിപ്പിലോ ഒരു വീഴ്ചയും സംഭവിച്ചിട്ടില്ല. ഉയരുന്നത് രാഷ്ട്രീയ ആരോപണങ്ങൾ മാത്രമെന്നും പ്രോസിക്യൂട്ടറുടെ പ്രതികരണം. റിയാസ് മൗലവിയുടെ റൂമിൽ നിന്നും എടുത്ത മൊബൈൽ ഫോൺ പരിശോധനയ്ക്ക് അയക്കേണ്ട ആവശ്യമില്ല. കാരണം അത് റിയാസ് മൗലവി മതപ്രഭാഷണം കേട്ടുകൊണ്ടിരിക്കുന്ന ഫോണാണ്. അതിൽ ആ ഭാഗത്തേക്ക് തന്നെ ഡിഫൻസ് വന്നിട്ടില്ല, അങ്ങനെ ഒരു വാദഗതി ഉന്നയിച്ചിട്ടില്ല. ഡിഫൻസ് ഒരിക്കലും വാദഗതികളായി കൊണ്ടുവരാത്ത കാരണങ്ങൾ എങ്ങനെ ജഡ്ജിമെന്റിൽ വന്നു എന്നുള്ളത് ഈ വിമർശിക്കുന്നവർ പരിശോധിക്കണം. റിയാസ് മൗലവി കേസ് വിധിക്ക് പിന്നാലെ മതവിദ്വേഷം പ്രചരിപ്പിച്ചവർക്കെതിരെ പോലീസ് കേസെടുത്തു. വാർത്താ ചാനലുകളുടെ സാമൂഹിക മാധ്യമ പേജുകളിൽ കമന്റ് ചെയ്തവർക്കെതിരെയാണ് കാസർഗോഡ് ടൗൺ പോലീസ് കേസെടുത്തത്. പ്രതികളുടെ സാമൂഹിക മാധ്യമ അക്കൌണ്ടുകൾ കേന്ദ്രീകരിച്ചാണ് അന്വേഷണം. ലീഗൽ ഡെസ്ക് റിപ്പോർട്ടർ.